നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പാപത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷ നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടത്രേ നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം കേട്ട ആളുകൾ യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വസിച്ച ആളുകളോട് യേശു വളരെ മൂർച്ചയേറിയ ചില വാക്കുകൾ പറയുകയാണ്. യേശു പറഞ്ഞത് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോടാണ്. വിശ്വസിച്ച യഹൂദന്മാർ എന്നുള്ളത് തന്നെ വിരോധാഭാസം. യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ യഹൂദനെന്നോ അല്ലെങ്കിൽ പുറജാതി എന്നോ ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ വിശ്വസിക്കുന്നയാൾ വിശ്വാസി അല്ലെങ്കിൽ ദൈവമകൻ, അത്രയും മതി. പക്ഷേ വിശ്വസിച്ച യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ യഹൂദമതത്തെ വിടാൻ അവർക്ക് താല്പര്യമില്ല. അതാണ്. അങ്ങനെ പല ആളുകൾ ഇപ്പോഴും ഉണ്ട്. യേശുവിനെ വിശ്വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്, പക്ഷെ അവർ ജനിച്ചു വളർത്തപ്പെട്ട ആ മതത്തിലെ അല്ലെങ്കിൽ സമുദായത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ, അവിടുത്തെ പരമ്പരാഗത രീതികൾ, അതിനെയൊന്നും ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സില്ല. ഒരു പാട്ടുണ്ടല്ലോ, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ എന്ന്. അപ്പോൾ ആ കുഞ്ഞുനാളിൽ പഠിച്ചതാണ് അവർക്ക് വലുത്. അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. അവർക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സമേത പ്രാർത്ഥന. അതുപോലെ അവർക്ക് വേണ്ടി വന്നാൽ സുവിശേഷ പ്രസംഗം അവർ ചെയ്യും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതൊക്കെയുണ്ട്. വളരെ ലളിതമായ ജീവിതം അതൊക്കെയുണ്ട്. നല്ല ധാർമ്മികത ഉള്ളവരാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീണ്ടും ജനനം, ദൈവമക്കളാകുക, പുതിയ സൃഷ്ടികളാകുക, ഇതൊക്കെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതിന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷകനായി വേണമെങ്കിൽ ഒന്നാമത് പാപിയാണെന്ന് പറയണം. ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുക്കൽ നമ്മൾ ചെല്ലുന്നത്, ഇന്ന അസുഖം എനിക്കുണ്ട്, ഇന്ന ഒരു ലക്ഷണം എനിക്കുണ്ട്, എൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് പനിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചുമയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയറ്റുവേദനയുണ്ട്, അല്ലെങ്കിൽ തലവേദനയുണ്ട്. നമ്മുടെ പ്രശ്നം ഡോക്ടറെ അടുക്ക പറയണം. ഞാനൊരു രോഗിയാണ് എന്ന് ഡോക്ടറോട് നമ്മൾ പറയണം. അതുപോലെ ഒന്നാമത്
ഞാൻ പാപിയാണെന്ന് പറയണം. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ പാപികളാണെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പാപമോചനത്തിനാണല്ലോ അവർ മാമോദിസ കേൾക്കുന്നത്, പാപമോചനത്തിനാണല്ലോ അവർ കുമ്പസാരിക്കുന്നത്, പാപമോചനത്തിനാണല്ലോ അവർ നോയമ്പെടുക്കുന്നത്, പാപമോചനത്തിനാണല്ലോ അവർ തീർത്ഥയാത്രകൾ നടത്തുന്നത്, പാപമോചനത്തിനാണല്ലോ അവർ തിരുവത്താഴം കഴിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമതത്തിൽ മറ്റു മതങ്ങളിലെ പോലെ തന്നെ ആചാരങ്ങളെല്ലാം രക്ഷയ്ക്ക് വേണ്ടിയാണ്, മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എന്നാൽ ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ നരകയോഗ്യനാണ് എന്ന് ദൈവത്തോട് സമ്മതിക്കണം. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് എൻ്റെ നരകം കൂടെ അനുഭവിക്കാനാണ്. ആ യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, രക്ഷകനായി മാത്രമല്ല കർത്താവായി. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ യേശുവാണ് എൻ്റെ കർത്താവ്. യേശു എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കും. സമുദായം പറയുന്നതല്ല, മതം പറയുന്നതല്ല, മതപുരോഹിതന്മാർ പറയുന്നതല്ല, എൻ്റെ മാതാപിതാക്കൾ പറയുന്നതല്ല, യേശു പറയുന്നത് ഞാൻ അനുസരിക്കും. യേശു മാതൃക കാണിച്ചത്, യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയായിരുന്നു. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അവർ ജനിച്ചു വളർത്തപ്പെട്ട ആ ഒരു മതപദ്ധതികളോട്, സമുദായങ്ങളോട് വേർപെട്ട്, കാരണം അതെല്ലാം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. രക്ഷയ്ക്ക് വേണ്ടി മാമോദീസ, രക്ഷയ്ക്ക് വേണ്ടി കുമ്പസാരം, രക്ഷയ്ക്ക് വേണ്ടി തിരുവത്താഴം, രക്ഷയ്ക്ക് വേണ്ടി നോയമ്പുകൾ, രക്ഷയ്ക്ക് വേണ്ടി തീർത്ഥയാത്രകൾ. അപ്പോൾ അത് തികച്ചും അബദ്ധമാണ്. ആ അബദ്ധത്തോട് വിട പറയണം. അതിന് കൂട്ടാളികളാകരുത്. ഇരുട്ടന് നിഷ്പ്രഭ പ്രവൃത്തികൾ കൂട്ടാളികളായിരുന്നാണ്. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വരണം, വേർപെടണം. അബ്രഹാം ദൈവദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ കൽദയുടെ ഊരിൽ നിന്ന് വേർപെട്ട് കനാൻ നാട്ടിലേക്ക് വന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ മാനസാന്തരപ്പെട്ടെങ്കിലും അവർ മിസ്രൈം വിട്ടു, ചെങ്കടൽ കടന്നു. ചെങ്കടൽ സ്നാനത്തെ കാണിക്കുന്നു. നോഹയുടെ കാലത്ത് ആളുകൾ മാനസാന്തരപ്പെട്ടാൽ പോരാ, പെട്ടകത്തിൽ കയറണം. ജലപ്രളയത്തിലൂടെ, ജലപ്രളയം സ്നാനമാണ്, കിടക്കണം. ഒരു അറാറാത്ത പർവ്വതത്തിൽ ഇറങ്ങി ആരാധിക്കണം. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളെന്നെ വിശ്വസിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരാകണമെങ്കിൽ, സത്യം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം, എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ലെന്നാണ് യോഹന്നാൻ 3:36. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് യേശുവിനെ അനുസരിച്ചുകൊണ്ട്, അതായത് യേശു കൽപ്പിച്ചതൊക്കെ അനുസരിച്ചുകൊണ്ട്, യേശു മാതൃക കാണിച്ചതനുസരിച്ചുകൊണ്ട് തെളിയിക്കണം. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ, അബ്രഹാം ആരെയും കൊല്ലാൻ നടന്നില്ലല്ലോ. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് ആ പിശാച് എന്ന പിതാവിൻ്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ അയച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ വന്നു. അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകും, മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകും, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകും. നിങ്ങൾ ദൈവത്തിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീരും, മക്കളായിട്ട് തീരും. ദൈവം നിങ്ങൾക്ക് പിതാവാകും. ഇതാണ് യേശു പറഞ്ഞത്. പക്ഷേ അതവർക്ക് സ്വീകാര്യമായി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, അനുസരണത്തിലൂടെ അത് തെളിയിക്കുവാനും നമുക്ക് ഭാഗ്യമുണ്ടായതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെട്ടു.